നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസറിനെ കുറിച്ചാണ്. നമുക്കറിയാം, കുറച്ച് മുമ്പ് വരെ നമ്മുടെ വേറെ എവിടെയെങ്കിലും വീടുകളിലൊക്കെ ഫ്രിഡ്ജ്, പഴയ ടി വി ഒക്കെ ഉള്ള കാലത്ത് അതിൻ്റെ മുകളിൽ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ കാണാൻ പറ്റും. ഇപ്പോൾ പക്ഷേ കാണാറില്ല. അതിൻ്റെ കാരണങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഡിഫൈൻ വോൾട്ടേജ് സ്റ്റെബിലൈസർ. വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മളിവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് നോക്കുക, വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ സപ്ലൈ ഡിവൈസ് കൺട്രോൾഡ് ബൈ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് ഗീവ്സ് ദി കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് irrespective of the variation in the high input supply voltage, or disconnects the output circuit if the input voltage is very low or very high. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക്കൽ സപ്ലൈ ഡിവൈസ് ആണ്. എന്താണ്? ഇലക്ട്രോണിക് സർക്യൂട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ ഡിവൈസ് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിച്ച് ഗീവ്സ് ദി കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അല്ലേ, ഇതെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. വിച്ച് ഗീവ്സ് ദി കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാനും വേണ്ടിയാണ്. എപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ഹൈ വോൾട്ടേജ് ആയാലും ലോ വോൾട്ടേജ് ആയാലും, അതുപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ടിൽ കൊടുത്ത സാധനം ഡിസ്കണക്ട് ചെയ്താലും സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. അടുത്തെന്താണ്? ഏതൊരു ഇലക്ട്രിക്കൽ ഡിവൈസും നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു സർട്ടൈൻ റേറ്റഡ് വോൾട്ടേജ് ഉണ്ടാവും. ആ റേറ്റഡ് വോൾട്ടേജ് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എഫിഷ്യൻസി മാക്സിമത്തിൽ, അതുപോലെ തന്നെ ഈ സാധനം മാക്സിമം ലെങ്ത് ഓഫ് സർവീസ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സർട്ടൈൻ റേറ്റഡ് വോൾട്ടേജ് ഡിസൈൻ ചെയ്തത്. നമ്മുടെ റൂൾ പ്രകാരം, അല്ലെങ്കിൽ എന്താണ് IS റൂൾ പ്രകാരം, ഒരു പവർ സപ്ലൈ വോൾട്ടേജ് ഷുഡ് നോട്ട് ഡ്രോപ്പ് ഓർ റൈസ് ബൈ മോർ ദാൻ 5% ഓഫ് റേറ്റഡ് വോൾട്ടേജ്. നിങ്ങളുടെ നിമി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ, ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, KCB എന്നുള്ള സപ്ലൈ നമുക്ക് തരുന്ന സമയത്ത് നമുക്ക് 240 വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ 5% കൂടുകയോ കുറയുകയോ റൂൾ പ്രകാരം പറ്റും. അതിലും എന്ത് ചെയ്യാൻ പാടില്ല? 5%ലും കൂടുതൽ കുറയാനോ കൂടുതൽ ഹൈ ആവാനോ പാടില്ല. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് 240 വോൾട്ടാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് നമുക്ക് തരേണ്ടതെങ്കിൽ അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ ഗുണിച്ച് നോക്കിയാൽ 12 വോൾട്ട് ആയിരിക്കും. അപ്പോൾ 228 വോൾട്ട് വരെ കുറയാം, അല്ലെങ്കിൽ 252 വോൾട്ടേജ് വരെ കൂടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ 240 വോൾട്ടേജ് ആണെങ്കിൽ എത്ര വോൾട്ടേജ് വരെ കുറയാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇത് കഴിഞ്ഞ വർഷം വയറിംഗ് ചാപ്റ്ററിൽ പഠിച്ചൊരു സംഗതിയാണ്. അപ്പോൾ ഇത് എപ്പോഴും ഓർത്ത് വെക്കേണ്ടതുമാണ്. എന്താണ്? നമുക്കിപ്പോൾ ഒരു സപ്ലൈ തരുന്ന ആളുകൾ എന്താണ്, അവർക്ക് സപ്ലൈ വോൾട്ടേജ് ഇത്രയെന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വരെ കൂടാം കുറയാം. പവർ സപ്ലൈ വോൾട്ടേജ് ഷുഡ് നോട്ട് ഡ്രോപ്പ് ഓർ റൈസ് ബൈ മോർ ദാൻ 5%. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇനി എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ കാലത്താണെങ്കിൽ നമുക്ക് എന്താണ്, ഇതിൻ്റെ ഒക്കെ മുകളിൽ, ഫ്രിഡ്ജിൻ്റെ, ടെലിവിഷൻ്റെ ഒക്കെ മുകളിൽ ഒരു സ്റ്റെബിലൈസർ കാണാമായിരുന്നു. ഇപ്പോൾ ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ഈ ചില കളർ ടെലിവിഷൻ, അല്ലേ, സം ഓഫ് ദി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് സച്ച് ആസ് കളർ ടെലിവിഷൻ, അല്ലേ, ഇതൊക്കെ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ എന്താണ്, മാനുഫാക്ചർ തന്നെ വിത്ത് ബിൽറ്റ് ഇൻ ഇലക്ട്രോണിക് സ്റ്റെബിലൈസർ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലൈസർ ഉണ്ട്. അതേപോലെ സ്വിച്ച് മോഡ് പവർ സപ്ലൈ, SMPS. ഇലക്ട്രോണിക്സിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കേൾക്കാം, SMPS. ഇതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഈ സ്വിച്ച് മോഡ് പവർ സപ്ലൈ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ്, ഇത് ഇലക്ട്രോണിക് സ്റ്റെബിലൈസറായി ഇതിൻ്റെ ഉള്ളിൽ പുതിയ സാധനങ്ങൾ, പുതിയൊരു ഫ്രിഡ്ജ്, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസർ കാണാൻ പറ്റില്ല. പുതിയ ടെലിവിഷൻ, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസർ കാണാൻ പറ്റില്ല. ഒക്കെ അപ്പോൾ എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇലക്ട്രോണിക് സ്റ്റെബിലൈസറുകളുണ്ട്. അത് 130 വോൾട്ടേജ് മുതൽ 260 വോൾട്ടേജ് വരെ എന്താണ് വേരിയേഷൻ വന്നാലും ഔട്ട്പുട്ട് വോൾട്ടേജ് സെയിം ആയിട്ട് കിട്ടണ ഇലക്ട്രോണിക് സ്റ്റെബിലൈസറുകൾ ഇതിനുള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ SMPSൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഇനി അതുകൊണ്ട് തന്നെ എന്താണ്, വേറെ അഡീഷണൽ ആയിട്ട് എക്സ്റ്റേണൽ സ്റ്റെബിലൈസർ ആവശ്യമില്ല. ഇനി ടൈപ്സ് ഓഫ് AC സ്റ്റെബിലൈസർ. ഒന്നാമത് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ. സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ
വോൾട്ടേജ് സ്റ്റെപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ടാപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് ആ മാറ്റുന്നത് എന്താണ്, നമ്മൾ തന്നെ മാറ്റുകയാണെങ്കിൽ ഇതിനെ മാനുവൽ അല്ലേ, 2 ടൈപ്പ് ഉണ്ട്. സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ മാനുവലായിട്ട് നമ്മൾ തന്നെ മാറ്റുകയാണെങ്കിൽ മാനുവലാണ്. പിന്നെ ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ്, അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ മൂന്നാമത് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. ഈ വോൾട്ടേജ് സ്റ്റെബിലൈസർ സെർവോ മോട്ടർ ഉപയോഗിച്ച് ആണ് വർക്ക് ചെയ്യുന്ന സ്റ്റെബിലൈസറാണ് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ. അടുത്ത കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറാണ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് നമുക്ക് നൽകും. അപ്പോൾ നോക്കാം, ഒന്നാമതായിട്ട് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറാണ്. എന്താണ് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ? ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഫോർ റെഗുലേറ്റിംഗ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് കിട്ടാനും വേണ്ടി, ഒരേ മോഡിൽ കിട്ടാനും വേണ്ടി നമ്മൾ എന്താണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുക. ഓട്ടോ ട്രാൻസ്ഫോമർ എന്തിട്ടുണ്ടാവും, ടാപ്പിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഇനി എന്താണ് മാനുവലി ഓപ്പറേറ്റഡ് ആണ് സ്വിച്ച് എങ്കിൽ അല്ലേ, നമ്മളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, മാനുവൽ ടൈപ്പിൽ മാനുവലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ് സ്റ്റെബിലൈസറിൽ എന്താണ് സെൻസിങ് സർക്യൂട്ട് ഉണ്ട്. അതെന്ത് ചെയ്യും, ഈ റിലേനെ വർക്ക് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാനുവൽ സ്റ്റെബിലൈസർ നോക്കുക. ഈ മാനുവൽ സ്റ്റെബിലൈസറിൻ്റെ ഈ ചിത്രം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് സ്റ്റെബിലൈസർ ആണെന്നുള്ളൊരു ചോദ്യം ആ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ എന്താണ് ഇത് ഏത് ടൈപ്പാണ്, മാനുവൽ സ്റ്റെബിലൈസർ ആണ്. മാനുവൽ സ്റ്റെബിലൈസർ എന്താണ്, ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ ടാപ്പിംഗ് ഉണ്ട്. ആ ടാപ്പിംഗ് നമ്മൾ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, ആ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്വിച്ച് നമ്മൾ മാറ്റണം. ഒന്നിലേക്ക് ഇട്ടാൽ വളരെ കുറവായിരിക്കും, പിന്നെ കൂട്ടണമെങ്കിൽ 2, 3 അങ്ങനെ കൂട്ടി കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഏറ്റവും പിന്നെ ചെറിയ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മാനുവൽ സ്റ്റെബിലൈസറിൻ്റെ ചിത്രമാണിത്. ഇത് ക്വസ്റ്റ്യനിലുണ്ട്, ഓർത്ത് വെക്കുക. അടുത്ത എന്താണ്, നമുക്ക് റിലേ അല്ലേ, ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ് സ്റ്റെബിലൈസർ. അപ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്തുണ്ട്, ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. ഈ കൺട്രോൾ സർക്യൂട്ടാണ് ഈ റിലേനെ വർക്ക് ചെയ്യിക്കുക. റിലേ 2 ടൈപ്പ് റിലേ ഉണ്ട്. ഒന്ന് ഹൈ വോൾട്ടേജ് ആണെങ്കിൽ വർക്ക് ചെയ്യാനും, പിന്നെ ലോ വോൾട്ടേജ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ 2 റിലേ ഉണ്ട്. എന്നിട്ട് ലോഡിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ എന്താണ് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്തിനാണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കണം, ഇത് ക്വസ്റ്റ്യനിലുണ്ട്. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്താണ്, ഔട്ട്പുട്ടിലെയും ഇൻപുട്ടിലെയും വോൾട്ടേജിനെ എന്ത് ചെയ്യണം അല്ലെ, ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങോട്ട് ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കും. എന്നിട്ട് എന്താണ് സെൻസ് ചെയ്യാനും വേണ്ടി ഈ ഫീഡ്ബാക്കാണ് ഈ വോൾട്ടേജ് എത്ര ഉണ്ടെന്നുള്ളത് സെൻസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഫീഡ്ബാക്ക് അല്ലേ, നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്താണ് അവിടെ ചോദിക്കുന്നത്, എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയാണ്, എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് 240 വിചാരിച്ചു. അപ്പോൾ എന്താണ് നമുക്ക് 260 വോൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ ആയിരിക്കും കുഴപ്പം? അപ്പോൾ എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ഐ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് ഇങ്ങോട്ട് അറിയിക്കണം. അപ്പോഴാണ് കൺട്രോൾ സർക്യൂട്ട് വർക്ക് ചെയ്യിക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് കറക്റ്റായിട്ടല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഫീഡ്ബാക്കിലാണ് കുഴപ്പം എന്നുള്ളത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിലുണ്ട്. അപ്പം ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം മെയിൻ ട്രാൻസ്ഫോമറാണ്. മെയിൻ ട്രാൻസ്ഫോമറിൽ നമ്മൾ പറഞ്ഞു എന്താണ് 2 ലെവല് വോൾട്ടേജ് ഉള്ളൊരു ട്രാൻസ്ഫോമറാണ്. അതിലെന്താണ് ലോ വോൾട്ടേജ് ഉണ്ട്, ഹൈ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ എന്താണ് ഏതാണ് നമുക്ക് ആവശ്യം ആ സമയത്ത് ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജോ അല്ലെങ്കിൽ ലോ വോൾട്ടേജോ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ് ഈ കൺട്രോൾ സർക്യൂട്ടിലുള്ള ഓക്സിലറി സർക്യൂട്ടും മെയിൻ ട്രാൻസ്ഫോമർ ആയിരിക്കും കൊടുക്കുക. ഇനി കൺട്രോൾ സർക്യൂട്ടാണ് രണ്ടാമത്തത്. ഇവിടെ കൺട്രോൾ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഒരു ഓർഡിനറി വോൾട്ടേജ് സ്റ്റെബിലൈസർ ആണെങ്കിൽ കൺട്രോൾ സർക്യൂട്ട് റെഗുലേറ്റ് ദ റിലേ ഓപ്പറേഷൻ. ഇവിടെ റിലേൻ്റെ ഓപ്പറേഷൻ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണെന്നുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പിന്നെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യണം കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടി റിലേൻ്റെ ഓപ്പറേഷൻ റെഗുലേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വോൾട്ടേജ് ഫാൾസ് ബിലോ ദ സെറ്റ് വോൾട്ടേജ്, നമ്മൾ സെറ്റ് ചെയ്ത വോൾട്ടേജിനേക്കാൾ കുറവാണ് വോൾട്ടേജ് എങ്കിൽ എന്ത് ചെയ്യും, ഈ കൺട്രോൾ സർക്യൂട്ടിൽ ഇവിടെയുള്ള റിലേ HT സൈഡ് റിലേ ഓപ്പറേറ്റ് ചെയ്യും. എന്നാൽ ഹൈ ടെൻഷൻ ഹൈ വോൾട്ടേജ് അല്ലേ കുറഞ്ഞതാണ്, അപ്പോൾ കൂട്ടണം. അപ്പോൾ ഹൈ വോൾട്ടേജ് റിലേനെ ഓപ്പറേറ്റ് ചെയ്യും. ഇനി ഇൻ കേസ് ഹൈ വോൾട്ടേജ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാൾ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ എന്ത് ചെയ്യും, ലോ ടെൻഷൻ റിലേനെ ഇത് ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അതുപോലെ തന്നെ റിലേ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത് ബൈ കൺട്രോളിങ് റിലേ കോയിൽ. ഈ റിലേക്ക് എന്തുണ്ട്, റിലേ കോയിലുണ്ട്. ആ റിലേ കോയിലുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് വിച്ച് സെറ്റ് ഫോർ സെപ്പറേറ്റ് DC റെഗുലേറ്റർ വോൾട്ടേജ്. അതാണ് ഓരോ റിലേയും കൊടുക്കുന്ന DC അനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യുക. അതിൻ്റെ ഒരു ചിത്രം ഉപയോഗിച്ച് നമ്മൾ പറയുന്നുണ്ട്, നോക്കാം. റിലേ അല്ലേ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റിലേ ആണ്. വിച്ച് ഓപ്പറേറ്റ്സ് ദ 2 ഡിഫറെൻറ്റ് കോയിൽ വോൾട്ടേജിലാണ് ഈ റിലേ വർക്ക് ചെയ്യുക. ഒന്നതാണ് ഈ DC വോൾട്ടേജ്, നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കണ ഈ കൺട്രോൾ സർക്യൂട്ടിൽ നിന്നും DC വോൾട്ടേജ് ആയിരിക്കും റിലേയിലേക്ക് പോവുക. ആ DC വോൾട്ടേജ് എന്താണ് 2 തരത്തിൽ അല്ലേ, 2 ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാവും. ആ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് നമുക്ക് ആവശ്യം ഏതാണോ ആ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിലെ റിലേ ഇത് വർക്ക് ചെയ്യും. ഇവിടെ നോക്കാം, ഉദാഹരണത്തിന് ഓട്ടോമാറ്റിക് റിലേ ടൈപ്പ്
പിന്നെ ഓപ്പറേറ്റ് ചെയ്യണം. ഇവിടെ നോക്കുക RL1 എന്ന് പറഞ്ഞിട്ട് റിലേയും RL2 എന്ന് പറഞ്ഞിട്ട് വേറെ റിലേയും ഉണ്ട്. ഇതിന് എന്താണ് സെൻസിങ് യൂണിറ്റ് ഇത് പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പാരലായിട്ട് കൊടുത്തത് എന്ത് ചെയ്യും, ഇത് സെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ഈ സെൻസർ എന്ത് ചെയ്യും, കൂടുകയോ കുറയോ ചെയ്യുന്നതിനനുസരിച്ച് ഈ റിലേകളെ ഏതാണോ വേണ്ടത് അത് വർക്ക് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് റിലേയും മുകളിലേക്ക് ആണെങ്കിൽ, ഈ റിലേയുടെ സ്വിച്ചുകൾ മുകളിലേക്കാണെങ്കിൽ എന്താണ് ഇത് നോക്കുക, ഏറ്റവും ഹൈ വോൾട്ടേജ് ഇതിലൂടെ ഹൈ വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ഇനി എന്താണ് കുറച്ച് വോൾട്ടേജ് കുറക്കണമെങ്കിൽ കുറച്ച് വോൾട്ടേജ് കുറച്ചാൽ മതി. ആ കുറച്ച് വോൾട്ടേജ് കുറക്കണമെങ്കിൽ എന്താണ് ഈ ഒന്നാമത്തെ റിലേ വർക്ക് ചെയ്താൽ ഇത് ഇങ്ങോട്ട് താഴും. ഇങ്ങോട്ട് താഴെ നോക്കുക, ഇതിലൂടെ ആയിരിക്കും കറണ്ട് പോവുക. അപ്പോൾ ഇത്രയും എന്താണ് ടേൺസ് നമുക്ക് കുറഞ്ഞു കിട്ടും, വോൾട്ടേജ് കുറയും. ഇനി എന്താണ് കുറച്ചും കൂടി ഇത് കിട്ടണമെങ്കിൽ ഈ റിലേ ആണ് വർക്ക് ചെയ്യുക RL2. അപ്പോൾ നോക്കുക DC വോൾട്ടേജ് കുറവായി ഈ റിലേ വർക്ക് ചെയ്താൽ ഇവിടെ നോക്കുക ഇതിലൂടെ കയറിയിട്ട് ഇല്ലേ, ഇതിലൂടെ കയറിയിട്ട് വോൾട്ടേജ് കുറവ് കിട്ടും. അപ്പോൾ എന്താണ് ഇത്രയും ചുറ്റുകൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറക്കാൻ പറ്റും. ഇങ്ങനെ എന്താണ് ഈ സെൻസ് ചെയ്തിട്ട് എന്താണ് ഈ കൺട്രോൾ സർക്യൂട്ട് ഈ റിലേയിലേക്ക് ഏത് റിലേയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇനി ഫീഡ്ബാക്ക് സർക്യൂട്ട് ഞാൻ പറഞ്ഞു. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിന് നമുക്ക് ചോദിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് വോൾട്ടേജ് ഡിവൈസ് DC വോൾട്ടേജ് ആർ ടേക്കൺ ഓൺ ദ ഫീഡ്ബാക്ക് ക്വാണ്ടിറ്റി. ഈ ഫീഡ്ബാക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമുക്ക് ഫീഡ്ബാക്ക് എന്താണ് ഇവിടെ വോൾട്ടേജ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, റിലേ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ് ദ DC വോൾട്ടേജ് വിൽ ബി 2 ഡിഫറെൻറ്റ് വോൾട്ടേജ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ DC വോൾട്ടേജ് 2 ഡിഫറെൻറ്റ് വോൾട്ടേജിലാണ്. ഈ ഫീഡ്ബാക്കിനനുസരിച്ച് 2 ഡിഫറെൻറ്റ് വോൾട്ടേജിലാണ് റിലേനെ ആക്ടിവേറ്റ് ചെയ്യുക. ലോ ആൻഡ് ഹൈ വോൾട്ടേജ് ഏതാണോ വർക്ക് ചെയ്യേണ്ടത് അത് വർക്ക് ചെയ്യിപ്പിക്കും. ഇനി ലോഡ് എന്തും ആവാം. ലോഡ് ക്യാൻ ബി എനിത്തിങ് കണക്റ്റഡ് ടു ദ സ്റ്റെബിലൈസറിലേക്ക് കണക്ട് ചെയ്ത എന്തെങ്കിലും ഇലക്ട്രിക്കൽ പിന്നെ എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ ലോഡ് എന്ന് പറയുക. അതാണ് അതിലേക്കുള്ള കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കുക. സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ആർ യൂസ്ഡ് വിത്ത് റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, TV, VCR. ഇത് പഴയ കാലത്ത് VCRും ഒക്കെ ഉള്ള സമയത്തുള്ളതാണ്. അപ്പോൾ എന്താണ് സ്റ്റെപ്പ്ഡ് വോൾട്ടേജ് സ്റ്റെബിലൈസറാണ് ഒന്ന് ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ല, ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അത് ഇവിടെ പറഞ്ഞു കളർ TVയിലൊക്കെ എന്താണ് SMPS, അതിൻ്റെ ഫുൾ ഫോം എന്തേനി സ്വിച്ച് മോഡ് പവർ സപ്ലൈ. അത് ഓർത്ത് വെക്കണം. 130 മുതൽ 260 വോൾട്ട് വരെയുള്ളത് എന്താണ് ഇലക്ട്രോണിക് സ്റ്റെബിലൈസർ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി നോക്കുക, അടുത്തത് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറാണ്. ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാണെന്നുള്ളതാണ്. ഇതിൽ നോക്കുക, സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ എംപ്ലോയ്സ് എ ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്ന സാധനം ടൊറോയിഡൽ ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഇത് എന്താണ് റൗണ്ട്, ഇതാണ് സാധനം റൗണ്ട് ഇതിലുള്ള പ്രത്യേക ഒരു ഓട്ടോ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ടൊറോയിഡൽ ടൈപ്പ് ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ന് പേര് വരാൻ കാരണം എന്താണ്, എ സെർവോ മോട്ടോർ, അതിലൊരു സെർവോ മോട്ടോർ ഡ്രിവൺ ബൈ എ സെൻസിങ് സർക്യൂട്ട്. ഇവിടെ ഒരു സെൻസിങ് സർക്യൂട്ടും റെഫറൻസ് സർക്യൂട്ടും ഉണ്ട്. അത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ സെൻസ് ചെയ്യുകയും റെഫറൻസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എന്താണ് ഇതാണ് സെർവോ മോട്ടോർ. ഈ സെർവോ മോട്ടോറാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇത് ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ആടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് കൂടുകയും കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഔട്ട്പുട്ട് ആൻഡ് നോമിനൽ വോൾട്ടേജ് സെൻസ്ഡ് ബൈ സെൻസിങ് സർക്യൂട്ട്. ഇവിടെ ഈ സെൻസിങ് സർക്യൂട്ട് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് വോൾട്ടേജ് ഇത് തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടോയെന്നും പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത വോൾട്ടേജും ഇതും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ടോ എന്ന് സെൻസ് ചെയ്യുകയും റെഫറൻസ് ചെയ്യുകയും ഇത് എന്ത് ചെയ്യും, സെർവോ വോൾട്ടേജിനെ ഡ്രൈവ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ സെർവോ വോൾട്ടേജ് എന്ത് ചെയ്യും, ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ നമുക്ക് എന്ത് ചെയ്യും, വോൾട്ടേജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ ഫോർവേഡ് റിവേഴ്സിൽ ഇത് കറങ്ങിയിട്ട് എന്ത് ചെയ്യും, ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ നോക്കുന്നതിൻ്റെ വർക്കിംഗ്. ഞാൻ ചെറിയ തോതിലൊന്ന് പറയാം. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു വോൾട്ടേജ് പിന്നെ കൂട്ടാനും കുറക്കാനുള്ള എന്താണ് ടൊറോയിഡൽ ട്രാൻസ്ഫോമർ. ഇനി എന്താണ് വേറെ ട്രാൻസ്ഫോമർ ഉണ്ട്, ബക്ക് ഓർ ബൂസ്റ്റ് ട്രാൻസ്ഫോമർ. ആ പേരിൽ തന്നെ ഉണ്ട്. ഇവിടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന സമയത്തും എന്താണ് ഔട്ട്പുട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയി കിട്ടണം. ആ കോൺസ്റ്റൻ്റ് ആയി കിട്ടാനും വേണ്ടിയാണ് ബക്ക് ഓർ ബൂസ്റ്റ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ആ ബക്ക് ഓർ ബൂസ്റ്റ് ട്രാൻസ്ഫോമർ എന്താണ് ഉപയോഗിക്കണത് എങ്ങനെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, സോ ദ ബൂസ്റ്റ് ടേക്ക് പ്ലേസ് വെൻ ദ വാരിയബിൾ ടാപ്പ് ആംസ് മൂവ്സ് ഡൗൺ. ഈ വാരിയബിൾ ടാപ്പ് ഡൗൺ ചെയ്യുമ്പോൾ വോൾട്ടേജ് കുറയും. ആ സമയത്ത് ഇവിടെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഒരേ വോൾട്ടേജ് കിട്ടും. അതുപോലെ തന്നെ ഇത് കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ കുറക്കുക വേണ്ടി, അപ്പോൾ ബക്ക് ചെയ്യും. അതിനാണ് ബക്ക് ഓർ ബൂസ്റ്റ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഈ മൂന്നാമത്തെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നതിനാണ് ഇവിടെ അല്ലേ സെൻസിങ് ആൻഡ് അല്ലേ റെഫറൻസ് വോൾട്ടേജ് കിട്ടാനും വേണ്ടിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ട്രാൻസ്ഫോമർ T3 പ്രൊവൈഡ്സ് എ റിക്വയർഡ് റെഫറൻസ് വോൾട്ടേജ് ആൻഡ് സെൻസിങ് വോൾട്ടേജ് ഫോർ ദ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് ഡ്രൈവ്സ് ദി മോട്ടോർ. ഇതാണ് മോട്ടോറിന് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ
ഇതിൻ്റെ വർക്കിംഗ് എന്താണ്, ഇത് ഇവിടുന്ന് സെൻസ് ചെയ്യും, അതിൽ കുറവോ കൂടുതലുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഈ സെർവോ മോട്ടോർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കും. ഈ ടോറോയിഡ് ട്രാൻസ്ഫോമറാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കാൻ വേണ്ടി ബക്ക് ഓർ ബൂസ്റ്റ് ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കണം എവിടെ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, സെർവോ സ്റ്റെബിലൈസർ പ്രൊവൈഡ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ടു ആക്യുറസി. ഇത് വളരെ ശ്രദ്ധിക്കുക. എന്താണ് ആക്യുറസി എന്താണ്, +or-1% ടു ഓർ +or-0.5%. എന്താണ് ആക്യുറസി, അത്രയും ആക്യുറസി, +or-1% അല്ലെങ്കിൽ +or-0.5%, ഇത്രയും ആക്യുറസിയിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക. അതിനെ 10 to 30 വോൾട്ട് പെർ സെക്കൻഡിൽ എന്താണ് കറക്ഷൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നോക്കുക. ഇതെന്താണ് മോർ ആക്യുറേറ്റ് ആൻഡ് കോസ്റ്റ്ലിയർ ആയിട്ടുള്ള സെർവോ സ്റ്റെബിലൈസർ എന്താണ് വളരെ ആക്യുറേറ്റ് ആണ്, അതുപോലെ തന്നെ പൈസ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന സ്ഥലം എന്താണ് കോസ്റ്റ്ലിയർ എക്വിപ്മെൻ്റ് ആണ്. പൈസ കൂടിയ വളരെ കോസ്റ്റ്ലിയർ ആയിട്ട് എക്വിപ്മെൻ്റ് ആയ കമ്പ്യൂട്ടർ, സിറോക്സ് മെഷീൻ, മെഡിക്കൽ ഇലക്ട്രിക് എക്വിപ്മെൻറ്റ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക. ഇന്ന് സെർവോ സ്റ്റെബിലൈസർ എന്ന് പറയാൻ കാരണം സെർവോ മോട്ടോർ ഉപയോഗിച്ചാണ്. അതിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ അതാണ്, ടോറോയിഡൽ ട്രാൻസ്ഫോമർ ആണ്. ഇതിൻ്റെ എന്താണ് ആക്യുറസി, വളരെ ആക്യുറസി ഉള്ള സാധനമാണ്. +or-1 to +or-0.5 വരെ ആക്യുറസി ഉള്ളതാണ്. അടുത്തത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ, CVT. ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്നാണ്. ഇത് എന്താണ് ഒരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഇതിലുണ്ട്. എന്താണ് ഇത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ഫെറോ റെസണൻറ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഓർത്ത് വെക്കുക. പിന്നെ CVTൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ഫെറോ റെസണൻറ്റ് പ്രിൻസിപ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നിമിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഇത് നല്ലൊരു ട്രാൻസ്ഫോമറാണ്. ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ 2 തരത്തിലുള്ള അയൺ കോറുകളുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് അയൺ കോറായിട്ടുള്ള പ്രൈമറിയും, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് അല്ലാത്ത അയൺ കോറുള്ള, പിന്നെ സാച്ചുറേറ്റഡ് അയൺ കോറുള്ള സെക്കൻഡറിയും, അൺസാച്ചുറേറ്റഡ് അല്ലേ അൺസാച്ചുറേറ്റഡ് പിന്നെ അയൺ കോറുള്ള പ്രൈമറിയാണ്. അപ്പോൾ എന്താണ് ഈ പ്രൈമറിയിലുള്ള എന്തെങ്കിലും ഒരു വേരിയേഷൻ എന്ത് ചെയ്യില്ല, ഈ സാച്ചുറേറ്റഡ് അയൺ കോറായ സെക്കൻഡറി അഫക്റ്റ് ചെയ്യില്ല. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ഇതാണ്. നമ്മൾ വളരെ അതിൻ്റെ ഒരു ബേസിക് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് റിമെയിൻ റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോൾട്ടേജ് ഇംപ്രസ്ഡ് അപ്പോൺ ദ പ്രൈമറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിലുണ്ടാണ് വോൾട്ടേജ് വേരിയേഷൻ, സെക്കൻഡറിയിൽ എന്ത് ചെയ്യില്ല. ഇതാണ് അതിൻ്റെ ചിത്രം. ഇവിടെ എന്താണ് പിന്നെ വോൾട്ടേജ് നമുക്ക് ഇതാണ് സെക്കൻഡറി ഇവിടെ നിന്നാണ്, പ്രൈമറി ഇവിടെ നിന്നാണ്. പ്രൈമറിയിലെ വോൾട്ടേജ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത വോൾട്ടേജിന് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിൽ മൊത്തം ഇങ്ങനെ ആയിരിക്കും ഫ്ലക്സ് പോവുക. ഇനി എന്തെങ്കിലും കാരണവശാൽ വോൾട്ടേജ് കൂടിയാൽ, ഇവിടെ വോൾട്ടേജ് കൂടിയാൽ എന്ത് ചെയ്യും, ഈ പ്രൈമറിയിൽ ഇവിടെ ഒരു ഷണ്ടിങ് പാത്ത് ഉണ്ട്. ഇത് ഈ ഷണ്ടിങ് പാത്തിലൂടെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഇത് നോർമൽ ഫ്ലക്സ് മാത്രമേ ഇതിലൂടെ പോകുള്ളൂ. അപ്പോൾ എപ്പോഴും ഇവിടെ എന്തായിരിക്കും, പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് പിന്നെ CVTൻ്റെ ഒരു ചെറിയ വിവരണം. അപ്പോൾ ഈ CVT എന്താണ് SCR ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ, ഇൻസ്ട്രുമെൻറ്റ് എന്താണ് SCR ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ CVT ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ എന്താണ് ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ ഉപയോഗിക്കുന്ന AC സർക്യൂട്ടിൽ CVT ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ എന്താണ് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന എന്താണ് ഹൈ കറണ്ട് എടുക്കുന്ന മോട്ടോറുകളിൽ ഉള്ള സ്ഥലങ്ങളിലും CVT ഉപയോഗിക്കില്ല. ഇത് ഉപയോഗിക്കലുണ്ട് TV, കമ്പ്യൂട്ടർ, ഫാക്സ് മെഷീൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് CVT ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ടൈപ്പ് പിന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടൈപ്സ് വോൾട്ടേജ് സ്റ്റെബിലൈസറിൻ്റെ ടൈപ്പുകൾ എന്താണെന്ന് നമ്മളിവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങളും ഞാൻ ഇതിൽ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കുക, മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി.